ശുദ്ധിയില്ലാത്ത സ്ത്രീ. ഒരു സ്ത്രീ എല്ലാ ദിവസവും ജനലിലൂടെ നിന്ന് തന്റെ അയൽക്കാരെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ പറയുമായിരുന്നു, അല്ലാഹ് കാക്കട്ടെ, നോക്കൂ അവൾ എത്ര അഴുക്കുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അവളുടെ ഭർത്താവ് അടുത്തിരുന്നു ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കും. ഭാര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ദിവസങ്ങൾ, രാത്രിയും, ആഴ്ചകളും, മാസങ്ങളും കഴിഞ്ഞു. ആ സ്ത്രീക്ക് അയൽക്കാരുടെ വീട് എപ്പോഴും അഴുക്കുള്ളതായി തോന്നിയിരുന്നു. അവരുടെ വസ്ത്രങ്ങളും, ചിലപ്പോൾ കുട്ടികളും, ചിലപ്പോൾ അടുക്കളയും, മറ്റു ചിലപ്പോൾ വീടിന്റെ മുറ്റവും അഴുക്കുള്ളതായി തോന്നുമായിരുന്നു. പിന്നെ പറയുമായിരുന്നു, നോക്കൂ ഇത്ര അഴുക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നമസ്കാരം ചെയ്യുന്നു, അവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ? കാണാൻ വലിയ പഠിച്ച ആളെ പോലെ തോന്നുന്നു. ഇങ്ങനെ ആ സ്ത്രീ തന്റെ അയൽക്കാരുടെ കുറവുകൾ എപ്പോഴും കണ്ടുപിടിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അവൾ വളരെ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ഭർത്താവിനെ വിളിച്ചു, ഇവിടെ വരൂ. രണ്ടുപേരും അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. രണ്ടാളും ജനലയിലൂടെ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ വീട് വളരെ വൃത്തിയുള്ളതായി തോന്നി. അവളുടെ കുട്ടികൾ വെള്ളവും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. എപ്പോഴും അഴുക്കുള്ളതായി തോന്നിയിരുന്ന അടുക്കളയും ഇപ്പോൾ വളരെ വൃത്തിയുള്ളതായി കാണപ്പെട്ടു. എന്നിട്ട് ആ സ്ത്രീ ഭർത്താവിനെ നോക്കി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ ആ സ്ത്രീക്ക് വേണ്ടി രാത്രിയും പകലും ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് അത് സ്വീകരിക്കപ്പെട്ടതായി തോന്നുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഇന്ന് എന്റെ ഉറക്കം നേരത്തെ തുറന്നിരുന്നു, അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലെ ജനലയുടെ ഗ്ലാസ് നന്നായി വൃത്തിയാക്കി. ഇത് കേട്ട സ്ത്രീ ഞെട്ടിപ്പോയി. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം ഇതാണ്. സ്വന്തം കുറവുകൾ തിരുത്താൻ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഹുജറാത്തിൽ പറയുന്നുണ്ട്, ഓ വിശ്വാസികളെ, വളരെ അധികം സംശയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ചില സംശയങ്ങൾ പാപമാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളിൽ ഒരാളും മറ്റുള്ളവരെ കുറിച്ച് പിന്നിൽ നിന്ന് ദോഷം പറയരുത്, ഗീബത്ത് ചെയ്യരുത്. നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം മരിച്ച സഹോദരന്റെ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുമോ? തീർച്ചയായും നിങ്ങൾ അതിനെ വെറുക്കും. അതിനാൽ അള്ളാഹുവിനെ ഭയപ്പെടുക. നിശ്ചയമായും അള്ളാഹു വളരെ ക്ഷമിക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം തജസ്സുസ് ചെയ്യരുത് എന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരുടെ കുറവുകളും രഹസ്യങ്ങളും അന്വേഷിക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നല്ല ധാരണയോടെ ഇരിക്കണം എന്നാണ്. ഒരു പക്ഷേ അവൻ അള്ളാഹുവിന്റെ ഒരു വലിയ ആയിരിക്കാം. അവന്റെ ഏതെങ്കിലും ഒരു നല്ല അമൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കാം. കാരണം രാത്രിയിൽ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് ദുആ ചെയ്യുന്നത് ആരാണ് എന്ന് നമുക്ക് അറിയില്ല. അള്ളാഹുവിനോട് നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും അടുത്തവൻ ആരാണ് എന്നും നമ്മൾക്കറിയില്ല. അതിനാൽ ഇന്നു മുതൽ നമ്മൾ സ്വന്തത്തിലേക്ക് നോക്കാം. മറ്റുള്ളവരുടെ ജീവിതം പരിശോധിക്കുന്നത് നിർത്തി സ്വന്തം കുറവുകളെ തിരുത്താൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ്. ബല്ലിഗു അന്നി വലൗ ആയ.